ഒരു മനുഷ്യൻ ഒരു മഹ്ജൂറത്തൻ ഒരു യാത്രക്കടയിൽ ആളില്ലാത്തൊരു വീട്ടിൽ പെട്ടുപോയി. ഒരു യാത്രക്കടയിൽ, പഴയകാലമൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു യാത്രയിൽ പെട്ടുപോയി. ഇനി അത് യാത്രയിൽ ആളില്ലാത്തതെന്ന് പറയണ്ട, നമ്മൾ റൂം എടുത്തു. ആ റൂമിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. ആ റൂം നമ്മുടെ യാത്രയിൽ ഒരു റൂം എടുത്തു. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ റൂമിൽ ചിലപ്പോൾ ദുർമരണം നടന്നിട്ടുണ്ടാവും, നമ്മളറിയില്ല. ഏതോ ഒരുത്തനോ ഒരുത്തിയോ കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ടാവും, അതൊന്നും നമുക്കറിയില്ല. ആ റൂമിലേക്ക് ഒരു ഹോട്ടലിൻ്റെ എന്താ ലോഡ്ജിൻ്റെ മുറിയിലേക്ക് കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. എന്തുകൊണ്ട്? അതിൻ്റെ ഷെർ നമുക്ക് വരാൻ പാടില്ല. നമ്മൾക്ക് അതൊന്നും അറിയില്ലല്ലോ, അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി 3 വട്ടം ചെയ്യേണ്ടത് ചെയ്യണം. ഇതുപോലത്തെ അമലുകളൊക്കെ ചെയ്യുക. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു യാത്രയിൽ ഒരു യാത്രയിൽ ആളില്ലാത്തൊരു വീട്ടിലകപ്പെട്ടുപോയി. അങ്ങനെ കണ്ടൊരു വീട് കയറുന്നു. അവിടെ കയറി ചെന്നു. രാത്രി മഴയും മഞ്ഞും കൊള്ളാതെ കിടക്കാൻ നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല. അങ്ങനെ അതിൻ്റെ സ്വാഭാവികമായും അതിൻ്റെ കൊലപ്പുറത്തൊക്കെ മനുഷ്യൻ പെട്ടുപോകുമല്ലോ. അങ്ങനെ രാത്രി പഴയ കാലത്തൊക്കെ പ്രത്യേകിച്ച് ഒട്ടകത്തുപുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ മഴയിലും മഞ്ഞിലും ഒക്കെ കയറി നിൽക്കുമല്ലോ. ഇന്നും അങ്ങനെ പെട്ടുപോയി. ഫലമ്മ ജന്നാലയില്ലു, രാത്രിയായപ്പോൾ ചില വാതിലുകൾ അടക്കുക തുറക്കുക, ജലത്തിൻ ചില ശബ്ദങ്ങളൊക്കെ അങ്ങനെ പുറത്തേക്ക് വരിക. അതാ ഒരു പിശാജ്, ഒരു പിശാജ് അവനെ ഭയപ്പെടുത്തുന്ന രൂപം കയറി വന്നു. അയാൾ പറയാണ്, ഞാൻ അയാളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി, ഈ സാധനത്തിനെ കണ്ടപ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് വന്നു? ആയത്തുൽ കുർസി ഓതാമെന്ന് വന്നു. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ എത്തി. ആ സാധനത്തിന് നോക്കി ഞാൻ ആയത്തുൽ കുർസി അങ്ങനെ ഓതി. അപ്പോൾ ആ സാധനം എന്നിൽ നിന്ന് അകന്നുപോയി. ആ രാത്രി മുഴുവൻ ആ സാധനം പിന്നെ വന്നതേയില്ല. നേരം വെളുത്തപ്പോൾ ഞാനിതാ പുറത്തേക്ക് നോക്കി. ആ ആളൊഴിഞ്ഞ വീടിന്റെ ഒരു മൂലയിൽ റമാദുൻ വെണ്ണീർ ഞാൻ കണ്ടു. എന്തോ കത്തിക്കരിഞ്ഞ് കിടക്കുമ്പോൾ അതുപോലെ ഞാൻ കണ്ടു. കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് പോലെ കണ്ടു. അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞ് ഒരു സ്വാലിഹായ മനുഷ്യനെ സമീപിച്ചു. എനിക്കിങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ഫഖാലലി, അപ്പോൾ ആ സ്വാലിഹായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അത് ഇഫ്രീത്ത് ജിന്നാണ്. എന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ ആയത്ത് അവനെ കരിച്ചു കളഞ്ഞ്. അവനെ ആ സാധനത്തെ കരിച്ചു കളഞ്ഞു. അതാ ആ ആയത്തോട് കേട്ടപ്പോൾ പിന്നെ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആയത്തുൽ കുർസി എന്ന ആയത്ത് അതിങ്ങനെ ആവർത്തിച്ച് ഞാൻ ഓടി. അത് ആവർത്തിച്ച് ഓടിയപ്പോൾ പിന്നെ ആ സാധനത്തിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ആയത്തിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ തീജ്വാല അവനെ കരിച്ചു കളഞ്ഞതാണ്. നിന്നെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയതാണ് എന്ന് ഈ സാലിഹായ മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ വെച്ചിട്ടുള്ള മഹത്വങ്ങള് അനവധി അത്ഭുതകരമായ മഹത്വങ്ങള്, ഒരു പ്രശ്നം നിങ്ങൾ അലട്ടിയാൽ പാതിരാത്രി അവന് ഒളിവ് കൊടുക്കട്ടെ, എന്നിട്ടോ എന്നിട്ടോ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. ഒരു പ്രശ്നം അവനെ നേരിട്ടു, ഒരു മഹാവിഷമം അവനെ നേരിട്ടു. അപ്പോൾ അവന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റബ്ബേ ഞാനിത് 2 റക്അത്ത് സുന്നത്ത് നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ? ആ 2 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിനും ഫാത്തിഹ കഴിഞ്ഞാൽ 3 വട്ടം ആയത്തുൽ കുർസി ഓതുക. സലാം വീട്ടി കഴിഞ്ഞാൽ ഓതട്ടെ വീണ്ടും 7 വട്ടം. സലാം വീട്ടിൽ ആയത്തുൽ കുർസി 7 വട്ടം.
അതായത് 2 റക്അത്ത് നിസ്കരിക്കുക. ഒരു വിഷയം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ പരിഹാരത്തിന് എന്ത് ചെയ്യാം? ഒരു വിധമാണ്, ഒരുപാട് വിധങ്ങൾ പറഞ്ഞത് വേറൊരു വിധമാണ്. രാത്രിയായി എന്ത് ചെയ്തു? രാത്രി കഴിഞ്ഞിട്ട് എണീറ്റു, എന്നിട്ട് അവൻ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹ 1 വട്ടം, ആയത്തുൽ കുർസി 3 വട്ടം. അങ്ങനെ സാധാരണയായി അതൊക്കെ ചെയ്ത് നിസ്കാരം സലാം വീട്ടിയാൽ അവിടെ തന്നെ ഇരുന്നിട്ട് ആയത്തുൽ കുർസി വീണ്ടും 7 വട്ടം അങ്ങനെ ഓടിക്കഴിയുക. എന്നിട്ട് അവൻ ദുആ ചെയ്യുക. എന്താ ദുആ ചെയ്യേണ്ടത്? എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, എഴുതിയെടുപ്പിക്കേണ്ടവർക്ക് എഴുതിയെടുപ്പിക്കാം. അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് തിരുത്തി തരും. ഒന്ന് അയച്ചെന്നാൽ മതി, ഞാൻ തിരുത്തി തരും. ഇൻഷാ അല്ലാഹ് ഈ കാര്യത്തിൽ ഒന്ന് പുസ്തകത്തിലാക്കി തരുന്ന കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. വേണ്ടതുപോലെ ചെയ്യാൻ കാര്യത്തിൽ ആലോചിക്കുന്നു. എന്താണ്? ആ 7 വട്ടം ആയത്തുൽ കുർസി ഓതിയതിനു ശേഷം ദുആ ചെയ്യുക. اللهم أنت تسمع كلامي وترى مكاني وتعلم سري وعلانيتي لا يخفى عليك شيء من أمري أدعوك دعاء البائس الفقير المستغيث المعترف بذنبه والتقصير وأسألك مسألة المسكين وأبتهل إليك ابتهال العبد الضعيف المذنب الحقير ابتهال من خلعت لك رقبته وفاضت إليك عبرته وأذل لك خده ورغم لك أنفه أن تحيي قلوبنا وتشرح صدورنا وتجعل مساعينا خالصة لوجهك الكريم وسبب الفوز إلى النعيم ووفقنا لما هو محض رضاك واختم لنا منك بخير وجعلنا غدا مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا وكفنا ما أهمنا من أمور الدنيا والآخرة ولا تشمت بنا الأعداء ولا القوم الحاسدين ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا ومتعنا بأسماعنا وأبصارنا وأحينا حياة طيبة وافتح لنا أبواب الخير وارزقنا وأنت خير الرازقين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. ഇത് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. എല്ലാം കൂടി അർത്ഥം വെച്ചാൽ നിങ്ങൾക്കൊക്കെ സാധാരണ കിട്ടുന്ന അർത്ഥങ്ങളുള്ളത് തന്നെയാണ്. പിന്നെ വീട്ടിലുള്ള പഠിപ്പുള്ള ഏതൊരു ആളെ കൊണ്ടും അർത്ഥം വെപ്പിക്കാൻ കഴിയും. വളരെ ലളിതമാണ്. ആവർത്തിച്ച് കേട്ടത് എഴുതിയെടുക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് എഴുതി തരാവുന്ന ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാം കൂടെ ഒരു സമയത്തിനോട് നടക്കാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യും. ഇൻഷാ അല്ലാഹ് അപ്പൊ അത് ആവർത്തിച്ച് എഴുതിയെടുക്കുക. ഏതെങ്കിലും ഒരാൾക്ക് എഴുതിയെടുത്തതിൽ വല്ല പെശകുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് അയച്ചെന്നാൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു ദുആ ചെയ്യുക. 2 റക്അത്ത് നിസ്കരിക്കുക പാതിരാത്രി കഴിഞ്ഞിട്ട്. ഫാത്തിഹ 3 ആയത്തുൽ കുർസി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി 7 ആയത്തുൽ കുർസി. പിന്നെ ഈ ദുആ ചെയ്യുക. ഈ ദുആക്ക് ഒരാൾക്ക് അറിയില്ല എന്നൊക്കെ അള്ളാഹിന്റെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയാം. അള്ളാഹിന്റെ പ്രശ്നം പരിഹരിക്കണേ, ഇതാണ് ഏറ്റവും, ഈ ദുആയാണ് ഏറ്റവും അഫ്ളൽ. ഇനി കഴിയില്ല അള്ളാഹിന്റെ പ്രശ്നം പരിഹരിക്കണേ, അള്ളാഹ് ഇനി അറിയുന്നവനാണ്. ആ ദുആ മോദിയിൽ പറഞ്ഞ ദുആയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല പഠിച്ചവനെ, അള്ളാഹിന്റെ കാര്യം റാഹത്താക്കി തരണേ അള്ളാഹ് എന്നാണ് പറയാ. അള്ളാഹു ആദ്യം നിങ്ങളെ കാര്യം സാധിപ്പിക്കും. അള്ളാഹു അത്ര കരുണാവാരിധിയല്ലേ, എന്തിനാ പഠിക്കണേ? അപ്പൊ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിധിയായി നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ വമൻ ഖവാസി ഹാദിഹിലായ അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ കുത്തിബത്ത് അലാ കഫനിൽ മയ്യിത്തി ഫീ സലാസത്തി അമാകിന ഇൻദ റഅസിഹി വഇൻദ വസതിഹി വഇൻദ സാഖിഹി. 3 സ്ഥലത്ത് മയ്യത്തിന്റെ കഫൻ പുടയിൽ 3 സ്ഥലത്ത് ആയത്തുൽ കുർസി എഴുതി വെക്കുക. തലയില്, പിന്നെ മധ്യഭാഗത്ത്, പിന്നെ താഴെ കാൽപാദത്തിന് മുകളിലുള്ള ആ കണങ്കാലിന്റെ അവിടെ 3 സ്ഥലത്ത് ആയത്തുൽ കുർസി എഴുതി വെച്ചാൽ
ഇത് നല്ല കാര്യമാണ്. എന്താണ്? ഖബറിൽ അദാബ് ഒഴിവാകാൻ ഇത് കാരണമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരെ വിശ്വസിക്കുന്നവരോടാണ് ഈ പറയുന്നത്, തല്ലുണ്ടാക്കാൻ വരുന്നവരോടല്ല. ഇത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് മഹാനാണെന്ന് അറിയാൻ ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. മഹാന്മാരെ വിശ്വസിക്കാത്തവരോട് അർത്ഥം മറ്റോട് കാര്യമില്ല, അവരോട് വെറുതെ തർക്കിക്കാൻ ഞാനില്ല. പക്ഷെ മഹാന്മാരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാത്തത് മഹാന്മാര് അറിവുള്ളവർ പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ആ ആയത്തനുസരിച്ച് മഹാന്മാർ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഉപകാരം നിങ്ങൾക്കും കിട്ടണം എന്ന് വിചാരിച്ച് പറയുന്നത്. അദാബ് ഇല്ലാതാകാൻ അത് കാരണമാകും. അങ്ങനെ ആകുമ്പോൾ അത് തമ്മാടികൾക്കും ചെയ്തുകൂടെ? തമ്മാടികൾക്ക് അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ തൗഫീക്ക് കിട്ടൂല. ഇനി ഒരു തമ്മാടിക്ക് അങ്ങനെ ചെയ്യാൻ കിട്ടിയാലോ അള്ളാഹിന് തൗഫീക്ക് അല്ലടോ, അള്ളാഹുവിന് പുറത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അത്ര വലിയ നന്മ എവിടെയെങ്കിലും ഒരിക്കൽ അവന്റെ കയ്യിൽ ഉണ്ടാവും. നീക്കും എനിക്കും എന്തറിയും? ഞാനും ഈ വിചാരിച്ച ആളാണോ തമ്മാടി? നമ്മളെ കണ്ണിൽ തമ്മാടിയായാൽ അള്ളാഹിനടുക്ക് മാത്രം തമ്മാടിയാവോ? നമ്മളാണെങ്കിൽ ദോഷയാൽ അള്ളാഹിനടുക്ക് ദോഷയാവോ? നമുക്ക് എന്തറിയും? അങ്ങനത്തെ നൂറുകണക്കിന് സംഭവം നമ്മുടെ മുന്നിലല്ലേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായ സംഭവമല്ലേ? അപ്പൊ മയ്യത്തിന്റെ കഫനിൽ തലഭാഗത്തും മധ്യഭാഗത്തും കണങ്കാലിന്റെ അവിടെയും ആയത്തുൽ കുർസി എഴുതി വെക്കാൻ കഴിഞ്ഞാൽ ആ മയ്യത്തിന് വലിയ ഫലം ഉണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ആയത്തുൽ കുർസിയിൽ മഹത്വമായിട്ട് ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹി വസ്സലാത്തു വസ്സലാം അവനോട് കൃപ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്റെ അഭിപ്രായമല്ല. ഏത് മഹാനെ വിശ്വസിക്കാത്തവരോട് ഇത് വർത്താനോ അല്ല. മഹാനെ വിശ്വസിക്കുന്നവർക്ക് നല്ല കാര്യമാണ്. അത് മഹാന്മാർ രേഖപ്പെടുത്തിയ കിതാബിലുണ്ട്. ആ മഹാന്മാരാണെന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നല്ല കാര്യമാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കാരണമായി ആ തൗഫീഖ് അപ്പോഴേ അവൻ ആ തൗഫീഖ് ഉള്ളവനെ അതിന് അത് എഴുതി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എഴുതാൻ കഴിയില്ല. എഴുതണമെന്ന് ആരോ വിചാരിച്ചിരുന്നു, പക്ഷെ പിന്നെ കഫം പുടയിലാക്കാന്ന് എഴുതാൻ നേരെ കിട്ടിയില്ല. അതങ്ങനെ ഉണ്ടായി. അങ്ങനെയൊക്കെ വരുമല്ലോ, അങ്ങനെ പോലോ. അതൊക്കെ തൗഫീഖായി കിട്ടണമെങ്കിലോ അത് അള്ളാഹു കൊടുത്തിട്ടുള്ളവൻ ആ തൗഫീഖ്. അപ്പൊ അത് ഇല്ലാതെ ഒരാൾ വമാത്തശാഉന ഇല്ലാ ഇൻഷാ അല്ലാഹ്. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അള്ളാഹ് വിചാരിക്കണ്ടേ? ഇല്ലെങ്കിൽ ആ മയ്യത്തിന്റെ കഫം പുടയിൽ അത് എഴുതുവോ? ഇല്ലല്ലോ. അപ്പൊ ആ മയ്യത്തിന്റെ കഫം പുടവിൽ അങ്ങനെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഒരു തൗഫീഖ് അവന് കൊടുത്തിട്ടുണ്ടാവും. നിന്റെ കണ്ണിലവൻ മോശപ്പെട്ട ആളായിരിക്കാം, നല്ല ആളായിരിക്കാം. നീ മോശപ്പെട്ട ആളാ, അതൊന്നും നീ നോക്കണ്ട. അള്ളാഹു കാര്യം നടത്തി കൊടുത്തതാണ്. അൽഹംദുലില്ലാ. എഴുതാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണ് എന്ന് പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കഫം പുടവ നേരത്തെ തന്നെ കൊണ്ടുപോയി സാലിഹ്യങ്ങളെ കൊണ്ട് ആയത്തുൽ കുർസി തലയുടെ ഭാഗത്തും മധ്യഭാഗത്തും കാൽഭാഗത്തും ആയത്തുൽ കുർസി എഴുതി കൊണ്ടുവന്നിട്ട് കഫൻ ചെയ്യുന്ന സംഭവം എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിലുണ്ട്. ഞാൻ അതിന് സാക്ഷിയുണ്ട്. എൻ്റെ കുടുംബത്തിൽ നടന്നതിന് ഞാൻ സാക്ഷിയുണ്ട്. നേരത്തെ തന്നെ കഫം പുടവ കൊണ്ടുപോയിട്ട് സാലിഹ്യങ്ങളെ കൊണ്ട് എഴുതിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ആ കഫം പുടവയിൽ കഫൻ ചെയ്യുക. അത് മനുഷ്യന് വളരെ നല്ലതാണ് എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഒരു കപ്പൽ യാത്രക്കാരായിരുന്നു. ഒരു കപ്പൽ യാത്ര അടിച്ചങ്ങോട്ട് കറുത്ത കാറ്റും പുകയും പോലെയുള്ള ഭീകരമായ മേഘവും, അടിച്ചങ്ങോട്ട് കാറ്റും മേഘവും ഒന്നും കണ്ണിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ അടിച്ചങ്ങോട്ട് വീശി തിരമാലയിൽപ്പെട്ടിട്ട് കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയപ്പെട്ടു. ഉറപ്പായി രക്ഷപ്പെടാനൊരു വഴിയുമില്ലാന്ന്, ഒരിക്കൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു സാലിഹായ മനുഷ്യൻ ആ കപ്പലിലുണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്ത് ചെയ്തു? അയാൾ ഒരു വേഗം ഒരു കടലാസോ ഒരു തുണിക്കഷ്ണോ മറ്റോ എന്തോ എടുത്തു. എന്നിട്ട് വേഗം ആയത്തുൽ കുർസി ഇങ്ങനെ പെട്ടെന്ന് കുത്തി വരഞ്ഞു. അതായത് അവിടെ ആയത്തുൽ കുർസി എന്ന വടിയൊപ്പ് ചെയ്താലും പോലും നേരല്ല. അയാൾ അങ്ങനെ അവിടെ വരച്ചിട്ടു. എന്നിട്ട് കാറ്റ് വരുന്ന ഭാഗത്തേക്ക് അയാൾ എന്ത് ചെയ്തു എന്നാൽ ഇതങ്ങോട്ട് കിട്ടി. അയാളെ കിട്ടിയ സൗകര്യത്തിനനുസരിച്ച് അയാൾ ആ കാറ്റിന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് വലിയ സാധനം കൊണ്ട് കെട്ടിവെച്ചു. എന്നിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? എന്നിട്ട് ആ മനുഷ്യൻ ആ കപ്പലിലുണ്ടായ ഈ മനുഷ്യൻ
അയാളുടെ രണ്ട് കൈയും അള്ളാഹുവിലേക്കാണ് പൊന്തിച്ചു. അത് പൊക്കി. വഖാല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ അളീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ ആയത്ത് മുഴുവൻ ഓടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ അളീം എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്ത് പൂർത്തിയാക്കി ഓതി. എന്നിട്ട് അല്ലാഹുമ്മ വഅസ്അലുക അല്ലാഹുമ്മ അല്ലാഹുവേ എന്നോട് ഞാൻ ചോദിക്കുന്നു ഈ ബറക്കത്തിഹ, ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അൻ തുൻജിയന മിമ്മാ നസല ബിനാ, ഞങ്ങളിലേ ഇറങ്ങിയ ഈ ബലാ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. വഅൻത അല്ലാമുൽ ഗുയൂബി വഅൻത കാശിഫുൽ ഖുറൂബി അസ്അലുക അല്ലാഹുമ്മ ബിജാഹി ഹബീബിക്കൽ അക്രമി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അല്ലാമുൽ ഗുയൂബായ റബ്ബാണ്, നീ പ്രയാസങ്ങളെ അൻത കാശിഫുൽ ഖുറൂബി, ഏത് ബുദ്ധിമുട്ടും നിവർത്തിച്ചു കൊടുക്കുന്ന ആളാണല്ലോ നീ. വഅസ്അലുക അല്ലാഹുമ്മ അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു ബിജാഹി ഹബീബിക്കൽ അക്രം, നിന്റെ ഏറ്റവും വലിയ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്ഥാനം, നിന്റെ അടുക്കലുള്ള സ്ഥാനം കൊണ്ട് എന്ന് ഞാനിതാ ചോദിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് മനുഷ്യൻ കൈ ആകാശത്തേക്കാണ് പുറത്തി. ആ മനുഷ്യന്റെ ദുആ പൂർത്തിയാക്കിയില്ല. അല്ലാഹു തആല വിഷയം പരിഹരിച്ചു. നല്ല കാറ്റടിച്ചു വന്നു. ആ കരിമ്പുകയും പട്ടികയിലെ കാറ്റൊക്കെ അങ്ങോട്ട് പോയി. നല്ല ശുദ്ധമായ വായോട് വന്നു. സാറുബിൽ അമ്നി വസ്സലാമ, നല്ല റാഹത്തായി അവർ രക്ഷപ്പെട്ടു. ഇത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിൻ്റെ മഹത്വം? ആയത്തുൽ കുർസിയുടെ മഹത്വം. ആയത്തുൽ കുർസിക്ക് അത്ര വലിയ മഹത്വമുണ്ട് എന്ന്. വലിയ റാഹത്തായി ആ സംഘം പിന്നെ യാത്ര ചെയ്തു. ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും അവരെ ബാധിച്ചില്ല. ഒരു ബുദ്ധിമുട്ടും അവരെ ബാധിച്ചില്ല. ആയത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് പകലോടിയാൽ പകൽ അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും. ആ ദിവസം. രാത്രി ഓടിയാൽ രാത്രി അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും. ആയത്തിൽ നിസ്കാരം കഴിഞ്ഞ് ഓടിയാൽ സകല ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. വമിൻ ഖവാസി ആയത്തിൽ ഖുസിമൻ ഖറാ ഇൻദ നൗമി കാനത് ലഹു ഹിർസൻ മിനശ് ശൈത്വാനിർ റജീം. പിശാചിന് അല്ലാഹു തആല ഓടിയാൽ ഉറങ്ങുന്ന നേരത്ത് ഓടിയാൽ സംരക്ഷണം കൊടുക്കും. വമിൻ ഖവാസി ആയത്തിൽ ഖുസിമൻ ഖറാ ഇൻദ വലബിഹി. ദേഷ്യം ഇങ്ങനെ എരച്ചു കയറുകയാണ്. ഒരു മനുഷ്യൻ ദേഷ്യമായ മനുഷ്യൻ അവനെന്നെ ദോഷമുള്ളത് ചെയ്യും. ദേഷ്യം കണ്ട് എരച്ചു കയറിയപ്പോൾ അവൻ തന്നെ വേഗം എന്ത് ചെയ്തു? ആയത്തിൽ ഖുർസി ഓതിയാൽ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇടഭാഗത്തേക്ക് 3 തവണ തുപ്പിയാൽ ശൈത്താനാണ് എല്ലാ സംഗതിയുടെയും ദേഷ്യത്തിന്റെ പിന്നിൽ. ദേഷ്യം ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നതിന്റെ പിന്നിൽ പിശാചാണ്. ദേഷ്യം വന്ന മനുഷ്യൻ എന്തു ചെയ്യും? ദേഷ്യം വന്ന മനുഷ്യൻ എന്തു ചെയ്യും? അവൻ അവന്റെ ആധാരം വലിച്ചു കയറും. അവൻ അവന്റെ പാസ്പോർട്ട് വലിച്ചു കയറും. അവൻ അവന്റെ ഭാര്യയെ തൊടാക്കില്ല. അവനവന്റെ കുട്ടിയെ കത്തിയെടുത്ത് വെട്ടും. അവനവന്റെ വീട് വലിച്ചെറിയും. അവന്റെ സാധനങ്ങൾ വലിച്ചെറിയും. അവനവന്റെ പാപ്പയെ തല്ലും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അവന്റെ ഉമ്മാന്റെ കൊല്ലിക്ക് പിടിക്കും. ഇതൊക്കെ ചെയ്യും ദേഷ്യം കയറിയാൽ. എന്താ അതിന്റെ പിന്നിൽ? പിശാചി. അപ്പൊ എന്ത് ചെയ്യണം? ദേഷ്യം ഇങ്ങനെ കയറാൻ തുടങ്ങിയാൽ ബിസ്മില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങിയ ആയത്തുൽ കുർസി ഓതിയാൽ ഖനസ ശൈത്താൻ, പിശാച് നിരാശനായി അവൻ മടങ്ങും. അവൻ വലിയ ഖസ്റാനിലാവും. അവൻ പരാജിതനായി പുറകോട്ട് പോകും. അവനൊന്നും ഇനി ചെയ്യാൻ കഴിയില്ല എന്ന്. ഇത് മുജറബായ സംഗതിയാണ്. ആയത്തുൽ കുർസി ഓതി ഇടഭാഗത്തേക്ക് 3 തവണ തുപ്പുക. പോക പിശാച് ഇടഭാഗത്തൂടെ കയറി വരിക അവനെപ്പോഴും. മാത്രമല്ല അവനെ പോക്കിക്കളയുന്ന ഭാഗം ഇടഭാഗം തന്നെയാണ്. ഷിമാലിൽപ്പെട്ടതാണ്. ഇടഭാഗക്കാരുടെ നേതാവാണ് പിശാച്. അല്ലാഹു ആ ഭാഗത്തോട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 3 തവണ തുപ്പുകയും ചെയ്യുക. എന്നാൽ പിശാച് ഓടും. പിശാചിന് പിന്നെ അവിടെ നിൽക്കാൻ കഴിയും. ഇത് മുജറബായ സംഗതി. ആയത്തുൽ കുർസിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അന്നമൻ ഖാഫ ആഖിബത അംരി മിനൽ ഉമൂരി. ഒരു കാര്യത്തിന്റെ പര്യവസാനം വലിയ ആപത്തിലാകുമെന്ന് അയാൾ ഭയപ്പെട്ട് ഫഅറാദൽ ഖുറൂജ മിൻഹു എന്ന് രക്ഷപ്പെടാൻ അയാൾ ഉദ്ദേശിക്കുകയും ചെയ്ത് ഒരു കാര്യത്തിൽ പ്രവേശിച്ചതാണ്. ഇപ്പോൾ അത് അവസാനം വലിയ അട്ടിമറിയാൻ പോവുകയാണ് എന്ന് അയാൾ മുന്നിൽ കണ്ടു.
ഇനി അതിന് രക്ഷപ്പെടണമെന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. ഫല്യതതഹർ എന്നിട്ട് അയാൾ വേഗം ശുദ്ധീകരിക്കുക. വയൽബസ് സിയാബൻ ത്വാഹിറ, ശുദ്ധിയായ വസ്ത്രം ധരിക്കുക. വയുതഹിറു മജ്ലിസഹു, ഇരിക്കുന്ന സ്ഥലം എന്ത് ചെയ്യുക? ത്വാഹിറത്തൻ നളീഫ, വളരെ ശുദ്ധിയുള്ള നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. വയുതഹിറ മജ്ലിസഹു, ഇരിക്കുന്ന സ്ഥലത്തെ ശുദ്ധീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അല്ലദീ യതഹല്ല ഫീ ഫൈദാ സ്വല്ലൽ ഇശാ അൽ അഖീറ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ യുസല്ലി റകഅത്തൈനി ഖബ്ല സ്വലാത്തിൽ വിത്രി, വിത്റിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. വയഖറഉ ഫീ റകഅത്തിൻ അൽ ഫാത്തിഹ മറ, ഓരോ റക്അത്തിലും എന്ത് ചെയ്യാ? ഫാത്തിഹ 1 വട്ടം ഓതുക. വആയത്തുൽ കുർസി 11 മറ, 11 വട്ടം ഓതുക. ഒരു വട്ടം ഫാത്തിഹ ഓതുക, 11 വട്ടം ആയത്തുൽ കുർസി ഓതുക. ഫഇദാ സല്ലമ, സലാം വീട്ടി കഴിഞ്ഞാൽ യഖറ ആയത്തുൽ കുർസി 21 മറ, 21 വട്ടം സലാം വീട്ടി കഴിഞ്ഞാൽ 21 വട്ടം ആയത്തുൽ കുർസി ഓതുക. വഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വസൂറത്തുൽ ഇഖ്ലാസ് 3 മറത്തിൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ 3 വട്ടം ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതുക. വൽ മുഅവ്വിദത്തൈനി മറത്തൻ മറ, ഫലഖ് 1 വട്ടം ഓതുക, നാസ് 1 വട്ടം ഓതുക. എന്നിട്ട് ദുആ ചെയ്യുക. നിസ്കാരം കൂടി പറഞ്ഞുതരാം. അതായത് ഇശാ നിസ്കരിച്ച അല്ലാഹു എന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് സമർപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? എന്റെ പ്രശ്നം പരിഹരിച്ചു തരണം. ഞാൻ വലിയൊരു പ്രശ്നത്തിന് വേണ്ടി നിനക്കറിയും. ഞാൻ നിന്നിലേക്ക് മുന്നിട്ട് ഒരു അമല് ചെയ്യാൻ പോവാണ്. മഹാന്മാർ രേഖപ്പെടുത്തിയ അമലിജിയാണ്. നിസ്കാരം കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിട്ടാണ് റബ്ബേ എന്ന് പറയുക. എന്നിട്ട് അല്ലാഹു അസ്തഈനു ബിസ്സബ്രി വസ്സലാ, അസ്തഈനു ബിസ്സബ്രി വസ്സലാ, അല്ലാഹുവിന്റെ സഹായം ക്ഷമയിലൂടെയും നിസ്കാരത്തിലൂടെയും കരഗതമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരത്തിലൂടെ അല്ലാഹുവിന്റെ സഹായം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹായത്തെ തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാ? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ആ നിസ്കാരത്തിൽ ഒരു ഫാത്തിഹ ഓതുക, 11 വട്ടം ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തും 2ാമത്തെ റക്അത്തും അപ്രകാരം. പിന്നെ അവിടെ ഇരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയെടുത്ത് ഇരുന്നിട്ട് 21 വട്ടം ആയത്തുൽ കുർസി ഓതുക. പിന്നെയോ അതിനുശേഷം എന്ത് ചെയ്യുക? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ 3 വട്ടം ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതുക. ഫലഖ് 1 വട്ടം ഓതുക. നാസ് 1 വട്ടം ഓതുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് കയ്യാണ് പൊന്തിക്കുക. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി തഫാഅൽതു ബികലാമിക്കൽ ഖദീം ഫഅരിനി ഹാദൽ മാ ഹുവൽ മക്നൂൻ അല്ലാഹുമ്മ അരിനി ഫീ ലൈലതി ഹാദിഹി ജമീഅ മാ സഅൽതു അൻഹു വമാ ലം അസ്അൽ വബയ്യിൻ ലി അൽ ഖുറൂജ മിൻ ഹാദിഹിൽ ഉമൂരി അല്ലതി അഖാഫുഹാ വഅഹ്ദറുഹാ اللهم إن كان خيرا فأرني بياضا أو خضرا وإن كان شرا إلي وعلي فأرني سوادا أو حمرا وأن ترسل لي خادما من خدام هذه الآية الشريفة آية الكرسي يخبرني في منامي ما هو المكتوم عني اللهم أنت الحق بين لي الحق يا حق الحق إنك على كل شيء قدير. പിന്നെ എന്ത് ചെയ്യാ? പിന്നെ നീ ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് പറയുക. സലാത്തുൽ വിത്ർ നിസ്കരിച്ച് പോയി വേഗം കിടക്കുക. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം ആവർത്തിച്ച് കേട്ടവർക്ക് അറിയാം. ഇനി ഒരാൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ പറയാം, അല്ലാഹ് ഈ അമല് ഞാൻ ചെയ്തിട്ടുള്ളത് നിന്റെ മുന്നിൽ എന്റെ കാര്യം ഇതാ, ഇന്നാലിന്റെ വിഷയമുണ്ട്. ഈ വിഷയത്തിൽ എവിടെയാണ് ഞാൻ തൊടേണ്ടത് എനിക്ക് അടയാളം കാണിച്ചു തരണം. ഉറക്കത്തിലാണെങ്കിൽ ഉറക്കത്തിൽ അടയാളം കാണിച്ചു തരണം. അല്ലാഹുവേ, ഈ ആയത്തിന്റെ ഖാദിമീങ്ങളായ മലായിക്കത്തുണ്ടല്ലോ, മലായിക്കത്തിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം. ഉറക്കിലാണെങ്കിൽ ഉറക്ക് പറഞ്ഞേക്കണം. എവിടെയാണ് ഞാൻ തൊടേണ്ടത് എനിക്ക് കാണിച്ചു തരണം. എവിടെയാണ് പരിഹാരം എന്ന് എനിക്കറിയില്ല. ഞാൻ ഹെറാനിയത്തിലാണ്, എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരണം എന്ന് റബ്ബിനോട് പറയാ. റബ്ബ് ആ വിഷയം പരിഹരിച്ചു തരും. അതായത് ഇപ്രകാരം ചെയ്തതിന് ശേഷം ദുആ ചെയ്യാം. ഈ ദുആ ചെയ്യാം. ഇനി ഒരാൾക്ക് ഈ ദുആ ചെയ്യാൻ കഴിയില്ല. എന്നാൽ എന്ത് ചെയ്യുക? അള്ളാഹിനോടാണ് പറയാ, അല്ലാഹ് ഞാൻ കുടുങ്ങിയ അവസ്ഥയിലാണ്. അല്ലാഹുവേ, എനിക്ക് എവിടെയാണ് എൻ്റെ പരിഹാരം എന്ന് എനിക്കറിയൂല. അതിന്റെ അടയാളം നീ കാണിച്ചു തരണം. ഞാൻ എങ്ങനെ ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് എനിക്ക് കാണിച്ചു തരണം. എൻ്റെ മേലുള്ള ഈ ശർറ് നീങ്ങിക്കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണം. മുബശ്ശിറാത്തായ സ്വപ്നങ്ങൾ വരുമെന്ന് ഹബീബ നബി പറഞ്ഞിട്ടുണ്ടല്ലോ.
ഇനി ആകാശത്തുനിന്ന് വഹി വരൂല. ഖിയാമത്ത് നാൾ വരെ മനുഷ്യന് രക്ഷപ്പെടാനുള്ള മുബശ്ശിറാത്തായ സന്തോഷ വാർത്ത അറിയിക്കുന്ന സ്വപ്നങ്ങൾ വരുമെന്ന് ഹബീബാ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. മുഅ്മിന് മുബശ്ശിറാത്തായ സ്വപ്നം വരുമല്ലോ. അവന്റെ ഇൻഡിവിജ്വലായ കാര്യത്തില് സ്വപ്നം വലിയ തെളിവാണല്ലോ. അവനവന് അത് വലിയ സംഭവമാണല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യാ. ഒരു ദിവസം കഴിഞ്ഞില്ലേ വീണ്ടും ചെയ്യാ, അന്ന് കഴിഞ്ഞില്ലേ വീണ്ടും ചെയ്യാ, ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഒരാഴ്ച കൊണ്ട് പരിഹാരം ഉണ്ടാവും. ചിലപ്പോൾ അന്ന് തന്നെ പരിഹാരം ഉണ്ടാവും. അന്ന് തന്നെ പരിഹാരം ഉണ്ടാവും. അത്ര വലിയ കുഴി നമ്മൾ കുഴിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം കൊണ്ട് വിഷയം ചിലപ്പോൾ പരിഹരിക്കൂല. ചിലപ്പോൾ അള്ളാഹുവിന്റെ മാത്തവ്യന്റെ സലാഹിയത്തും നന്മയും കാരണം ഒരു ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാവും. ഒരു ഇഷാറത്ത് കിട്ടും. ആ ഇഷാറത്തുമ്മ തൊട്ടാ വിഷയം പരിഹരിക്കും. ചിലപ്പോൾ അള്ളാഹു തആല കാണിച്ചു തരും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണും. ഇന്നാലിനെ മനുഷ്യനോട് പോയി പറഞ്ഞാൽ മതി, ആ വിഷയം പരിഹരിക്കും. നിസ്സാരമായിട്ട് പരിഹരിക്കുകയും ചെയ്തു. നിസ്സാരമായി പരിഹരിച്ചു. രണ്ടാളൊരു കച്ചവടം തുടങ്ങി, പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കൊരാളെ വിശ്വാസമല്ല. ഞാൻ എങ്ങനെ ചെയ്യുന്ന അതോട്ട് അറിയുകയില്ല. ഇനി എന്താ ചെയ്യാ അറിയില്ല. ഓരോ ദിവസം പരാജയത്തിലാണ്. തമ്മിൽ മുണ്ടാൻ പോലും കഴിയുന്നില്ല. ഇനി എന്താ ചെയ്യാ? അള്ളാഹിനോടാണ് പറഞ്ഞു. അപ്പോഴാണ് എന്തായത്, അള്ളാഹു തആല ആളാണ് പറഞ്ഞയച്ചു. ആ കച്ചവടം നേരാക്കി എടുക്കാൻ അയാൾ വിലക്ക് വാങ്ങി. അയാൾക്കത് നന്നാവും ചെയ്തു. അള്ളാഹു ബർക്കത്ത് ചെയ്തു. ഇവർക്ക് നഷ്ടമൊന്നും ഇല്ലാതെ ചെറിയ ലാഭം കിട്ടി, അല്ലെങ്കിൽ വലിയ ലാഭം കിട്ടി, അല്ലെങ്കിൽ ചെറിയ ലാഭം കിട്ടി, അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ അള്ളാഹു തആല രണ്ടാളെ രണ്ട് വഴിക്കാക്കി കൊടുത്തു. വേറൊരാളെ ഏറ്റെടുത്തു. അയാൾക്ക് അള്ളാഹു തആല വലിയ ഇസ്സത്തും തൗഫീഖും അതുകൊണ്ട് കൊടുത്തു. അള്ളാഹ്ക്കതൊക്കെ എളുപ്പല്ലേ. ഇതൊന്ന് ആവർത്തിച്ച് ചെയ്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇത് പല കച്ചവടം മാത്രമല്ല, മക്കളെ കാര്യം, പെണ്ണിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, എന്ത് കാര്യങ്ങൾക്കും ഇതൊക്കെ പരിഹാരമാണ്. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ഇസ്തിആനത്താണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ഇതൊക്കെ അള്ളാഹിനോടുള്ള സഹായത്തോടെയാണ്. എന്നിട്ട് സ്വലാത്തുൽ വിത്റും നിസ്കരിക്കുക. എന്നിട്ട് ഒറ്റക്കിടത്തം കിടക്കുക. അള്ളാഹു ഇങ്ങനെ കാണിച്ചു തരും. ഒരിക്കലല്ലെങ്കിൽ അടുത്ത തവണ, അല്ലെങ്കിൽ അടുത്ത തവണ. ഇതൊക്കെ എഴുതി വെക്കാം. കുടുങ്ങിയ നേരത്ത് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ നിത്യേന നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പിന്നെ അതൊന്നും പരിഹരിക്കാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യും? ചില ശിർക്കിന്റെ അടുത്ത് പോയിട്ട് അഭയം തേടും. ചില ആളുകൾ ശിർക്കിന്റെ ഏലസ് കിട്ടും. ശിർക്കിന്റെ ഏലസുകൾ തൗഹീദിന്റെ ഏലസല്ല. തൗഹീദിന്റെ ഏലസ് മുഅ്മിനീങ്ങൾക്ക് കിട്ടാം. പക്ഷേ തൗഹീദിന്റെ ഏലസ് അല്ല കിട്ടത്ത്. ശിർക്കിന്റെ ഏലസ് പോയി തേടും. പിശാചിന് അഭയം തേടും. പിശാച് അഭയം തേടുക എന്ന് പറഞ്ഞാൽ, പിശാചിന് അഭയം തേടുക എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? തലവേദനക്ക് പരിഹാരമായി ക്യാൻസർ ക്ഷണിച്ചു വരുത്തും പോലെയാണ്. പിശാചിന് അഭയം തേടുക എന്ന് പറഞ്ഞാൽ തലവേദനക്ക് പരിഹാരമായി ഒരാൾ ക്യാൻസർ ക്ഷണിച്ചു വരുത്തി, തലവേദന മാറി, പക്ഷെ അപ്പോൾ തന്നെ പിന്നുണ്ടായത് പോയത് ക്യാൻസറാണ്. ആ അവസ്ഥയിലെത്തും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇതൊക്കെ മനുഷ്യന് പരിഹാരങ്ങളാണ്. ഈ പരിഹാരങ്ങളെല്ലാം മനുഷ്യന് ഒരുപാട് രംഗത്ത് ഉപകരിച്ചിട്ടുണ്ട്. അതാ ഒന്നും കൂടെ ചെയ്തോ, പിന്നെയും ചെയ്തോ, ഒരിക്കൽ അതിന് പരിഹാരം കണ്ടേ തീരൂ. എന്തുകൊണ്ട്? അല്ലാഹു അർഹമുർ റഹീമീനാണ്. അവൻ പരിഹാരം ഉണ്ടാക്കി തരും. ഒരിക്കൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം പരിഹാരം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസം ആവർത്തിച്ച് ചെയ്തോ, നിരാശനാകരുത്, പരിഹാരം ഉണ്ടാവും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് വെച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഈ വഴിയിലൂടെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വാതിൽ നമുക്ക് തുറന്നു തരട്ടെ. ചിന്തിക്കണം. ഫൈദത്തുൻ ഇദാ മുബാറകത്തുൽ ലിൽ ഹിർസി മിനൽ അഅദാഇ വൽ ഖൗഫി. ഒരു മനുഷ്യനെ മിന ഖുത്താഇ ത്വരീഖ വ മിൻ ഗൈരിഹിം. ഒരു മനുഷ്യന് ശത്രുഭയം വന്നു, അല്ലെങ്കിൽ ശത്രുഭയം, അല്ലെങ്കിൽ കൊള്ളക്കാര ഭയം, അല്ലെങ്കിൽ ഭരണാധികാരിയെ ഭയം, അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യന്റെ മേലെ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വന്നു. ശത്രു കൊണ്ട് വളയ. 4 ഭാഗം ശത്രുക്കളാണ്, 4 ഭാഗം പ്രയാസങ്ങളാണ്. അങ്ങനെയാണ് വന്നുപോയി. എന്നാൽ എന്താ? അല്ലെങ്കിൽ യാത്രയിൽ കൊള്ളക്കാർ തന്നെ വളയുമോ എന്ന് ഭയപ്പെട്ടു. എന്നാൽ എന്ത് ചെയ്യാ? ഇവിടെയെല്ലാം ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസി ഉപകരിക്കുന്നതാണ്. ഒരു മഹാൻ രേഖപ്പെടുത്തുന്നു, നസൽനാ ഫീ ബഅദിൽ അസ്ഫാരി അലാ നഹരിൻ ജാരിൻ. ഒരു പുഴയുടെ കരയിൽ ഞങ്ങൾ ഒരു യാത്രക്കാരായിരുന്നു. ആ യാത്രയിൽ ഞങ്ങളൊരു പുഴയുടെ അരയിലെത്തി. ഫാതാന ഖൗമുൻ. അങ്ങനെ ഒരു സംഘം ആളുകൾ ഞങ്ങളടുത്ത് വന്നു. ഖാലു, അവർ പറഞ്ഞു, ഇന്നഹു ലം യൻസിൽ ഫീ ഹാദൽ മൗളിഇ അഹദുൻ ഇല്ലാ നൂഹിബ മതഉഹു. ഇവിടെ ആര് കിടക്കാണ്? ഇവിടെ ഇറങ്ങിയവർക്കൊക്കെ, ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ സാധനങ്ങൾ കവർ ചെയ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് നേരത്തെ കാലത്തെ ഇവിടുന്ന് പോയിക്കോളും ഞങ്ങളോട് ഒരു സംഘം നന്മ ആഗ്രഹിച്ചിട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെ ഉള്ളവരൊക്കെ, ഞങ്ങളൊരു യാത്രക്കാരായിരുന്നു,
ഞങ്ങളൊരു യാത്രക്കാരായിരുന്നു. ആ യാത്രക്കാര് ഒരു പുഴക്കരയിൽ ഞങ്ങൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമവാസികൾ വന്നത് പറഞ്ഞു, ഇവിടെ കിടക്കണ്ട, ഇവിടെ കടന്നാൽ സാധാരണ കൊള്ളക്കാർ വരാറുണ്ട്, ആക്രമിക്കപ്പെടാറുണ്ട്, സാധനം എടുക്കാറുണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറല നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ ഇത് കേട്ടപ്പോൾ എൻ്റെ കൂടെ ഫറഹല അസ്ഹാബി, എൻ്റെ കൂടെ ഉള്ള ആളുകളെല്ലാം യാത്ര പോയി. മിനൽ ഖൗഫി, പേടി കാരണം യാത്ര പോയി. ഞാൻ അവിടെ കിടന്നു, ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ കടന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഞാൻ കണ്ടതിൻ്റെ ഓർമ്മയിലുണ്ട്, അതുകൊണ്ട് ഞാൻ പോയില്ല, ഞാനവിടെ കടന്നു. ഒക്കെ പോയി. എനിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഓർമ്മ ഉണ്ട്. ചിലപ്പോൾ ഈ ആൾ താബിഈങ്ങളിൽപ്പെട്ട മഹാനായിരിക്കാം, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പിൽക്കാലഘട്ടത്തിൽ കിട്ടിയ ഏതെങ്കിലും സാരി ആയിരിക്കാം. ഏതായാലും അയാൾ പറയാണ്, ഞാൻ അവിടെ കടന്നു, എനിക്കങ്ങനെ വിഷമൊന്നും തോന്നിയില്ല. എന്താ ഹദീത്ത്? ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീത്ത് എനിക്ക് ഓർമ്മ വന്നു. ആ ഹദീത്ത് ഞാൻ ഓർത്തു, അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. എന്താ ഹബീബാ നബി പറഞ്ഞത് ഇബ്നു ഉമറിനോട്? മൻ ഖറഅ സലാസൻ വസലാസീന ആയത്തൻ മിൻ കിതാബില്ലാഹ്, 33 ആയത്ത് ഒരാൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിയാൽ, ലം യളുറഹു തിൽക്കൽ ലൈല സബ്ഉൻ ലാദിയുൻ, ഒരു ഉപദ്രവിയായ ഒരു മൃഗം അവനെ ആക്രമിക്കുകയില്ല. വലാ ലിസ്സുൻ ആദിയുൻ, ശത്രുവായ കള്ളൻ അവനെ അടക്കാൻ കഴിയില്ല. വഉഫിയ ഫീ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി, അങ്ങനെ ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെ അവനെ തൊടാൻ കഴിയൂല. ഫലം അംസൈതു, അങ്ങനെ ഞാൻ അവിടെ കടന്നു. ഫലം അനം, ഞാൻ ഉറങ്ങിയില്ല. ഹത്ത റഅയ്തു ജമാഅത്തൻ, അപ്പോഴാണ് വഖദ് ജാഉ മുജറദീന സുയൂഫുഹും, വാതിലൊക്കെ മുജറദീന സുയൂഫുഹും, വാളൊക്കെ തൂക്കി പിടിച്ച് കുറച്ച് ആളുകൾ ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. ഫലം യസ്ലു ഇലയ്യ, അവർ എൻ്റെ അടുത്ത് എത്തിയില്ല. ഫലം അസൽതു അസ്ബഹതു റഹൽതു, ഇതാ പരിശുദ്ധമായ ആയത്തുൽ കുർസി അടക്കമുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തുകള്, പരിശുദ്ധ ഖുർആനിലെ 33 ആയത്തുകൾ ഓതിയാൽ, ഇത് ആയത്തുൽ കുർസിയുടെ ഖബാസ് മാത്രമല്ല മറ്റുള്ള ആയത്തിനും പറ്റുന്നതാണ്. 33 ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓടുക എന്നതാണ് ദുആ ചെയ്യുക. എന്നാ ആ രാത്രി പ്രയാസം ഉണ്ടാവില്ല. 33 ആയത്ത് എവിടുന്ന് ഓതാം? 33 ആയത്ത് അങ്ങോട്ട് ഓടിയാൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗം പറയാം. എവിടുന്ന് ഓടാമെന്നല്ല, അതിന്റെ പ്രധാനപ്പെട്ട ഏരിയകൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുതരാം. فلما أمسيت لم أنم حتى رأيت جماعة المجددين سيوفهم وأبدانهم مني فلم يصلوا إلي فلما أصبحت رحلت فلقيني. അങ്ങനെ ഞാൻ നേരം വെളുത്തപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ യാത്ര പോയി. അങ്ങനെ ഞാൻ യാത്ര പോകുമ്പോൾ ഫലഖിയനി ശൈഖുൻ അലാ ഫറസിൻ, ഒരാളുണ്ട് ഒരു കുതിരപ്പുറത്തിരിക്കുന്നു. വഖാല യാ ഹാദാ, ഏ മനുഷ്യ, നിന്റെ അടുത്തേക്ക് ഇന്നലെ ഞങ്ങൾ കൊള്ള ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ, നിന്നെ സമീപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഇൻസിയുൻ അം ജിന്നിയുൻ, ഈ മനുഷ്യനോ ജിന്നോ, എന്താ സാധനം എന്ന് എന്നോട് ചോദിച്ചു. വൽ ഇൻസിൻ, ഞാൻ മനുഷ്യൻ തന്നെയാണ്. മിൻ ഔലാദി ആദം അലൈഹിസ്സലാത്തു മക്കളപ്പെട്ട ആൾ തന്നെയാണ്. ഫഖാലി, അയാൾ എന്നോട് ചോദിച്ചു, മാ ബാലുക അതൈനാക ഫീ ഹാദിഹി ലൈല അക്സർ മിൻ 70 മറ, 70 വട്ടത്തിലേറെ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നിന്റെ അടുത്ത് യുഹാലു ബൈനനാ ബൈന ബിസൂരിൻ മിൻ ഹദീദിൻ, ഒരു ഇരുമ്പിന്റെ ഒരു വളയത്തിന്റെ ഉള്ളിൽ നീ ഒരു സംരക്ഷണ വലയത്തിൽ നീ ഉള്ളതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഫഖുൽതു ലഹു, ഞാന് അയാൾക്ക് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സലാസൻ വസലാസീന ആയ മിൻ കിതാബില്ലാഹ്, ഒന്നും അയാൾക്ക് സംഭവിക്കുകയില്ല. വഹാദിഹിൽ ആയാത്ത് അർബഅ ആയാത്ത് മിൻ സൂറത്തുൽ അൽ-ബഖറയിലെ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെ. പിന്നെ ആയത്തുൽ കുർസിയും ശേഷമുള്ള 2 ആയത്തുകളും, ഒന്ന് അൽ-ബഖറയിലെ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെ. പിന്നെ ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസിയും ശേഷമുള്ള 2 ആയത്തുകളും ഖാലിദൂൻ വരെ. പിന്നെ ആയത്തുൽ ബഖറയുടെ അവസാനത്തെ ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദി വ ഇൻ തുബ്ദു മാ ഫി അൻഫുസികും വ തുഖ്ഫു മുതൽ അവസാനിക്കുന്നത് വരെയുള്ള 3 ആയത്തുകൾ. അങ്ങനെ
പിന്നെ വസലാസു ആയാത്തി മിൻ സൂറത്തിൽ അറാഫ് ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ 54 53 5 56 ആയത്തുകൾ. പിന്നെ വഅശ്റു ആയാത്തിൻ മിൻ അവ്വലി സൂറത്തി സാഫാത്തി, സ്വാഫാത്ത് സൂറത്തിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ലാസിബ് വരെ, അഥവാ നമ്മളെ എണ്ണം അനുസരിച്ച് 11 ആയത്തുകൾ അതുവരെ. പിന്നെ ഇസ്രാഇന്റെ അവസാനത്തെ ആയത്ത് മുതൽ, ഏത് മുതൽ? എന്ന മുതൽ അവസാനത്തെ ആയത്ത് വരെ, റഹ്മാൻ മുതൽ ഇസ്രാ സൂറത്ത് അവസാനിക്കുന്നത് വരെ. പിന്നെ റഹ്മാനിന്റെ യാ മാശറൽ ജിന്നി വൽ ഇൻസ് മുതൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ആയത്ത് 33 മുതൽ 38 വരെ. പിന്നെയോ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ മുതൽ അവസാനിക്കുന്നത് വരെ. പിന്നെ ജിന്ന് സൂറത്തിന്റെ വഅന്നഹു തആല ജദ്ദു റബ്ബിനാ മുതൽ ശതത വരെ. ഈ ആയത്തുകൾക്കാണ് ആയത്തുൽ ഹിർസ് എന്ന് പറയുക, സംരക്ഷണത്തിന്റെ ആയത്തുകൾ. എന്നാൽ ഒരു പ്രയാസം അവനെ ബാധിക്കുകയില്ല. 33 ആയത്ത്, എവിടുന്നെങ്കിലും 33 ആയത്തല്ല ഈ ഏരിയ. ഈ 33 ആയത്തുകൾ അങ്ങോട്ട് ഓടിയാൽ അവനെ ഒന്നും ബാധിക്കുകയില്ല, ഒന്നും ബാധിക്കൂല. ഇതാണ് പ്രധാനപ്പെട്ട ആയത്തുകൾ. അതായത് ഹിർസിന്റെ ആയത്തുകൾ, സംരക്ഷണത്തിന്റെ ആയത്തുകൾ ഒന്നും അവനെ ബാധിക്കൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു.